ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. തമോഗ്നം ഇരുട്ടിനെ അകറ്റുന്ന, സർവപാപഘ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, കാശ്യപേയം കശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയ ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച ചെയ്യുന്നു ആദിത്യൻ്റെ കുംഭ രാശിയിലേക്കുള്ള സംക്രമം. എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. 1201 കുംഭമാസം 1-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 4:05 AM ആ സമയത്തോടു കൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായനത്തിലാണ്. മകരമാസം ഉത്തരായനം ആരംഭിച്ചു. പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി. ശത്രു മന്ദസിതൗ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ. അതിൻ്റെ ആരംഭം അങ്ങനെയാണ്: ശത്രു മന്ത്രസിതോ സമശിസുതോ മിത്രാണി ശേഷാരവേഹേ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും. ഛായാമാർത്താണ്ഡ സംഭൂതം, സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി. പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി. പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും? കുംഭം രാശിക്ക് 2 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ. ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. മറ്റൊന്നെന്താണ്? ബധിരത്വം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ. അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ്. ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം. 10-ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്, അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാവും, ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ദുഃഖാർത്തോ വിധനഃ അടനഃ അനിർദരതിഹി തീഷ്ണശ്ച കുംഭേ സ്ഥിതൗ. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ, ദുഃഖത്താൽ ആർത്തനാകും. ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ, ദുഃഖത്താൽ പീഡിതനാകും. വിധനഃ, വിഗതം ധനം യസ്യ സഹ, ധനം മുഴുവൻ കൈവിട്ടു പോകും. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അടനഃ, അടതീതി അടനഃ, പരിഭ്രമണശീലം ഉണ്ടാകും. കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അനിർദരതിഹി, അനിർദത്തിൽ രതിയുണ്ടാകും. ഋതം സത്യമാണ്. അസന്മാർഗികമായ രീതിയിലൊക്കെ, അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അനിർദരതിഹി, അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും. തീഷ്ണശ്ച, സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. മീനൻ രാശിക്കാർക്ക് സൂര്യൻ അവരുടെ 6-ാം ഭാവാധിപത്യമാണ്.
മീനൻ രാശിയുടെ 6ാം ഭാവം ചിങ്ങൻ രാശിയാണ്. 6ാം ഭാവാധിപത്യമുള്ള ഗ്രഹം വളരെ നല്ലതാണ്. അത് നല്ല ഭാവത്തിൽ വന്നാൽ വളരെ ഗുണം വരും. പക്ഷെ ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അതിനു മുമ്പ് ആരാണ് മീനൻ രാശിക്കാരെന്ന് അറിയണ്ടേ? പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളുടെ 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12 സൂര്യൻ വന്നാൽ ഹോരാചാര്യൻ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ്. പതിതസ്ഥരിപ്പേ, പാതിത്യം വീഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രോഗാധിപനാണ് സൂര്യൻ. രോഗാധിപൻ സൂര്യൻ ഏതിൻ്റെ രോഗമുണ്ടാക്കുന്നു? ഹൃദയ സംബന്ധമായ രോഗത്തെയും അസ്ഥി സംബന്ധമായ രോഗത്തെയും ഉണ്ടാക്കുന്നു. വലത്തെ കണ്ണിന് രോഗത്തെ ഉണ്ടാക്കുന്നു. നടു ഡിസ്ക് സംബന്ധിച്ച ക്ലേശങ്ങൾ വളരെയധികം അനുഭവപ്പെടുന്നു. ധാരാളം സൂര്യനെ ശ്രദ്ധിക്കണം. ശാരീരികമായി വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും 12ാം ഭാവം നിൽക്കുന്ന സൂര്യൻ എന്നറിയുക. എന്താണ് 12ാം ഭാവം? പാപം, വ്യംജ, പതനം, നിരയം, വാമവമ്പകം. പാപമാണ്, വീഴ്ചയാണ്. ഇടത്തെ കണ്ണാണ്, സ്ഥാനഭ്രംശമാണ്, വൈകല്യമാണ്. 12ാം ഭാവം മറ്റൊരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ മോക്ഷമാണ്. ഇവിടെ പലപ്പോഴും പിതാവിനൊക്കെ പൈതൃകമായ കർമ്മങ്ങൾ ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ചെയ്യണം. പലപ്പോഴും അച്ഛന് ഈ ഒരു മാസം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നല്ലതായിരിക്കില്ല അച്ഛൻ്റെ ആരോഗ്യ വിഷയം. അതിനാൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. മീനൻ രാശിക്കാർ അച്ഛൻ്റെ നക്ഷത്രത്തിൽ ശിവക്ഷേത്രത്തിൽ തൻ്റെ പേരിൽ തൻ്റെ ആരോഗ്യ വിഷയത്തിന് വേണ്ടി കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. ചമത്കാരം എന്താവണിൽ പറഞ്ഞിരിക്കുന്ന ഫലം ശ്രദ്ധിക്കുക. രവിർദ്വാദശയെ നേത്രദോഷം കരുതി 12 സൂര്യൻ വരുമ്പോൾ മീനൻ രാശിക്കാരന് നേത്രദോഷത്തെ ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ഇടത്തെ കണ്ണ്. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പലപ്പോഴും വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുഭവം അത്ര നല്ലതല്ല. സ്ഥിതേലിപ്സ്യ ലീയതേ ദേഹദുഃഖം. അത് കറക്റ്റാണ്. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ കഠിനാധ്വാനം ചെയ്യും ഈ ഒരു മാസക്കാലം. പിതൃവ്യാവതോ ഹാനിർ അധ്വപ്രദേശേ. അച്ഛൻ മുതലായവർക്ക് ആപത്ത് വരുമെന്ന് പറഞ്ഞു. അതാണ് അച്ഛൻ്റെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. അധ്വപ്രദേശേ ഹാനി, വടിയിൽ വെച്ച് ശത്രുക്കളാൽ ബുദ്ധിമുട്ട്. അതിനാൽ രാത്രി യാത്ര അല്ലെങ്കിൽ അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ അനാവശ്യമായ തർക്കത്തിൽ പോകരുത്. ആവേശം കാണിച്ചാൽ ഇടിക്കൊള്ളേണ്ടി വരും. ശത്രു നമ്മളെക്കാളും പ്രബലനായിരിക്കും, നമ്മളെ കീഴ്പ്പെടുത്തും. 12ലെ സൂര്യൻ ശരീരത്തിന് മുറിവുകളുണ്ടാകും. അതിനാൽ ആരുമായി തർക്കിക്കരുത്. അനാവശ്യമായ വിവാദങ്ങൾക്ക് പോകരുത്. ആവേശം കാണിച്ചാൽ പലപ്പോഴും ശത്രുവിൻ്റെ ബലം നാം അറിയില്ല. നമ്മളെക്കാളും കൈക്കരുത്തനാണ് ശക്തിയെങ്കിൽ അയാൾ നമ്മളെ വളരെയധികം ഉപദ്രവിക്കുന്നൊരവസ്ഥ വരും. വളരെ ജാഗ്രത പാലിക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നോക്കുക. കൂവളമാല, ജലധാര വഴിപാടെ സമർപ്പിക്കുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. നന്ദി, നമസ്തേ.